ഹലോ, എന്തൊക്കെ എല്ലാവരും വിശേഷം? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു യമനി ഹോട്ടലാണ്, കൂറിൽ മുക്കല്ല എന്നാണ് പേര്. നല്ല ടേസ്റ്റുള്ളൊരു മന്തിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മന്തിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫെല്ലുവിൻ്റെ ചില കളികളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ജിംനാസ്റ്റിക് പോലെയൊക്കെ ഓരോ അങ്ങനെയൊക്കെ കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിത് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രില്ല് ചെയ്തിട്ടുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ. മന്തി ആയാലും ചിക്കൻ ആയാലും ഒക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ 3 പ്ലേറ്റ് ഇതുപോലത്തെ 3 പ്ലേറ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആദ്യം 2 പ്ലേറ്റ് വന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്ലേറ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ചു. നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടുന്ന് തിരിച്ച് പോവാണ്ട് നമ്മൾ. ഇനി അടുത്തത് പോണത് നമ്മൾ വാദി ദർബാദ് കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇവർ വന്നപ്പോൾ ഇവരിനായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങോട്ട്. നല്ല വെയിലാണ് കേട്ടോ പുറത്ത്, നല്ല ചൂടുള്ള വെയിലാണ്. ഏകദേശം 3 മണിയായിട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വാദി ദർബാദിലോട്ട് പോകുമ്പോൾ. പിന്നെ അവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം വെയിലൊക്കെ ഒന്ന് ആറുന്നുള്ള ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് ഇങ്ങനെ തന്നെയാണ്, ഹോട്ട് നല്ല എന്താ പറയുക ചൂടുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളത് മാറാൻ കാത്തു നിൽക്കുമ്പോൾ പിന്നെ നമുക്കൊന്നും കാണലുണ്ടാവില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാൻ എന്നും പറഞ്ഞ പോലെ നിങ്ങളെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം വാദി ദർബാദ് ഖരീഫ് സമയത്ത് ഭയങ്കര റഷുള്ള ഒരു ഏരിയയാണ് കേട്ടോ. അങ്ങോട്ട് നമുക്ക് പോലീസൊന്നും ഒരു ജബൽ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഏകദേശം ഒരു വണ്ടി അത്രത്തോളം വണ്ടി കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവരോട് ക്ലോസ് ചെയ്യും. അത്രയും റഷുള്ളൊരു ഏരിയയാണ്. കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ 2 സൈഡിലും പോണ വഴിക്കൊക്കെ ഭയങ്കര ഗ്രീനറി ആയിട്ട് മരങ്ങളൊക്കെ പച്ച പിടിച്ച്, അതുപോലെ തന്നെ കോടമഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഈ ഒരു ടൈം ഭയങ്കര ചൂടായ കാരണമാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ എന്നാലും അവിടെ നമുക്കിപ്പോഴും വെള്ളവും ബോട്ടും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് നല്ല വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഞാനിതിൻ്റെ മുന്നത്തെ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, ബോട്ടിലുള്ള യാത്രയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു എന്താ പറയുക കുറച്ച് വെള്ളം പോലും ഇല്ല, എല്ലാം വറ്റി കിടക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങിയിട്ടില്ല, കാണാനൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളിതാ താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹോഴ്സ് റൈഡിങ്ങും എല്ലാം ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഹോഴ്സ് റൈഡിങ് ആയിട്ട് നിൽക്കുന്നവർ. നല്ല ഭംഗിയുള്ളൊരു ഹോഴ്സല്ലേ, വൈറ്റ് കളറ്. അപ്പോൾ ഇതാണ് വാദി ദർബാദ് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം വെള്ളമുള്ളൂ, നല്ല വെള്ളം ഉണ്ടാവുക സമയത്ത്, നല്ല ആഴം ഉണ്ടാവുക സമയത്ത് കേട്ടോ. ഇപ്പോൾ ഈ ഇങ്ങനെ ചൂടിലും ഇത്ര വെള്ളം നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ ബോട്ട് ആയിട്ടും വന്നിട്ടും ഇപ്പോഴും വിദേശികളും അതുപോലെ ടൂറിസ്റ്റുകളൊക്കെ ചില ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് വന്ന് ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ കുതിരേനെ കണ്ടൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അതിനൊന്ന് തൊടാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം കേട്ടോ. പക്ഷേ ആൾ കുറച്ച് വികൃതിയാണെന്ന് തോന്നുന്നു, ആൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ചില സമയത്ത് തല തട്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ അയാൾ നല്ലപോലെ പിടിച്ചപ്പോൾ എല്ലാവരും അതിനെ തൊട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനെ കാണാൻ. ഇതിന് മുന്നേ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു കൂട്ടിൽ ഒരു എന്താ പറയുക ഒരു മാനിനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കുമായിരുന്നു അവിടെ അതെവിടെ പോയി എന്ന് ചോദിച്ചവരടുത്ത്. അപ്പോൾ അവർ പറഞ്ഞു അത് ചത്തുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിനെ കാണാൻ. ഒരു പാവം ചെറിയൊരു മാൻകുട്ടിയായിരുന്നു. അപ്പോൾ അത് ചത്തുപോയി എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമമായി. അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിതിന് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മീനൊക്കെ ഉണ്ട് കേട്ടോ. മീൻ, അരയന്നം, ഇതൊക്കെ ഒരു ഭംഗിക്ക് ഇങ്ങനെ വേണ്ടി ഇവരിവിടെ ആക്കിയിട്ടുള്ളതാണ്. അരയന്നത്തിനൊക്കെ ഒരുപാടുണ്ട്. ആദ്യം 2-3 എണ്ണമൊക്കെ ഞാൻ കണ്ടിരുന്നുള്ളൂ, ഇപ്പോൾ അത്യാവശ്യം കാണുന്നുണ്ട്. അതുപോലെ കുതിരകളും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയുക രസമാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. ദർബാത്ത് പാർക്ക് എന്നാണ് ഇതിനെ പറയുക കേട്ടോ.
ഇവർക്ക് നമ്മുടെ അടുത്ത് വരാനും വലിയ പേടിയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് തൊടാനായാലും ഇവരൊക്കെ നിന്ന് തരാറുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ വെച്ചെങ്കിൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഇവരൊക്കെ ഓടുമല്ലോ. അപ്പോൾ ഇതിവനെ ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് കണ്ടിട്ടും പരിചയമായിട്ടും ആയിരിക്കണം. ഇതുപോലെ അവർക്ക് അത്ര പേടിയൊന്നുമില്ല. അതുപോലെ ഉമ്മ പൂച്ചനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് കേട്ടോ. വീട്ടിലും പൂച്ചയൊക്കെ ഉണ്ട് ഇതുപോലെ. അപ്പോൾ നാട്ടിൽ നിന്ന് പൂച്ചനെ ഇപ്പോൾ ഉമ്മക്ക് മിസ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് ഇവനെ കണ്ടപ്പോൾ. അങ്ങനെ ഉമ്മ അതിനെ ഒരുപാട് നേരം ഒഴിഞ്ഞൊക്കെ കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് നേരം അങ്ങനെ നിന്നു. അങ്ങനെ നമ്മളിതാ ഈ ബോട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ 8 പേരുണ്ടല്ലോ, അപ്പോൾ കുറച്ച് വലിയ ബോട്ട് വേണം. അപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും ഇതാ ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈവനിങ് ടൈമും നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ, ലൈറ്റിംഗ് ഒക്കെ വന്നിട്ട്. ഇനി ഖരീഫ് ടൈമിൽ ഇവിടെ ഒരുപാട് ഷോപ്പ്, ചെറിയ ചെറിയ ഷോപ്പൊക്കെ വരും കേട്ടോ. നമുക്ക് കോഫി ആയാലും അതുപോലെ എന്ത് നമുക്ക് വാങ്ങിക്കാനായിട്ടും പല ഷോപ്പുകളുണ്ടാവും ഈ ടൈമിൽ. പിന്നെ ഇത് എന്ത് പറയട്ടെ ചിരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ വോയിസ് ഓവറല്ല കൊടുക്കുന്നത്, അത് കാരണം എന്താ പറഞ്ഞതെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ടുള്ള ഈ യാത്ര. പിന്നെ ഈ സമയത്ത് അത്ര ആഴമൊന്നുമില്ല നമുക്ക് ബോട്ട്. അത് വരൊന്നും ലാസ്റ്റ് വരൊന്നും വലിയ ബോട്ടൊന്നും പോവില്ല. ചെറിയ ബോട്ടുകളാണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് വരെയൊക്കെ കൊണ്ടുപോകട്ടാം. ഈ ടൈമിൽ അത്ര വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് എന്നാലും നല്ല രസമാണ്. അത്ര ദൂരം പോകാനില്ലെങ്കിലും ഒരു റൗണ്ട് കുറച്ച് നേരമൊക്കെ അവർ നമ്മളെ റൗണ്ട് ചെയ്യിപ്പിച്ചു കേട്ടോ. ഏകദേശം 5 റിയാലാണ് നമുക്കിതിൻ്റെ ചാർജ് വന്നിട്ടുള്ളത്. നാട്ടിലെ 1000 രൂപയുടെ അടുത്താണ് കേട്ടോ നമുക്കിതിന് ചാർജ് ആയിട്ട് വന്നിട്ടുള്ളത്. വരുന്ന ചെറിയ ബോട്ട് പോലെ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് വരെ ഒന്നും ഈ ബോട്ടായിട്ട് പോകാൻ പറ്റില്ല കേട്ടോ. കാരണം അത് അത്യാവശ്യം വലിയ ബോട്ടല്ലേ, അപ്പോൾ ചിലപ്പോൾ അടി തട്ടുന്നുണ്ടാവും. അത് കാരണമായിരിക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് വരെയൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ നമ്മുടെ സെയിം ബോട്ടായിട്ട് ഇത് ബാക്കിൽ കുറച്ച് അറബികൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഫോട്ടോസൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കിയിരുന്നു. അപ്പോൾ കാസിങ് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ എടുത്തുതരാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അവർ ഹായ് എന്നൊക്കെ പറയാനുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ വേണമെങ്കിൽ ഞങ്ങളും എടുത്തുതരാമെന്നൊക്കെ പറഞ്ഞവർ കേട്ടോ നമ്മളടുത്ത്. ഇതുപോലെ ഒരുപാട് മോഡലിലുള്ള ബോട്ടുകളുണ്ട് കേട്ടോ. നമുക്ക് 2 പേർക്ക് പോകാൻ പറ്റിയതും 4 പേർക്ക് പോകാൻ പറ്റിയതും അങ്ങനെ കുറച്ച് ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയതും അങ്ങനെ ഒരുപാട് മോഡലുള്ള ബോട്ടുകളും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഈ കാണുന്ന വെള്ളം വരുന്നുണ്ടല്ലോ, അത് ഖരീഫിൻ്റെ സമയത്ത് നോർമലായിട്ട് തന്നെ അവിടെ ഓട്ടോമാറ്റിക് വെള്ളം വരും കേട്ടോ. ഇപ്പോൾ ഇവരത് ഒരു എന്താ പറയുക ടൂറിസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പൈപ്പ് വെച്ചിട്ട് വെള്ളം താഴേക്ക് ഒഴുക്കി വിടുന്നതാണ് കേട്ടോ. പക്ഷെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അതൊരു വാട്ടർഫോൾസ് പോലെ തോന്നും. അപ്പോൾ ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഒരു പൈപ്പ് വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം വരുന്നത് കാണാം. അപ്പോൾ ഉപ്പ ചോദിക്കുമായിരുന്നു ഇങ്ങനെ വെള്ളം വരുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു നോർമൽ ടൈമിൽ അങ്ങനെ സാധാരണ അവിടെ നിന്ന് വെള്ളം വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ പൈപ്പ് വെച്ചിട്ട് അവരങ്ങനെ മോട്ടറടിക്കുന്ന പോലെ അതാക്കുകയാണെന്ന് ഉപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കായിരുന്നു കേട്ടോ.
അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇവിടെ നിന്ന് കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് കോഫിയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിൽ ഇവിടെ ഒരു ഒട്ടകം പോകുന്നത് കാണുന്നുണ്ടോ. അപ്പോൾ ഏകദേശം ഈവനിങ് ടൈം ആയപ്പോൾ അവരൊക്കെ എല്ലാവരും അവരുടെ ആളുകൾ വന്നിട്ട് അവരെ കൂട്ടിലോട്ട് കൊണ്ടുപോകാണ് കേട്ടോ, ഒട്ടകത്തിനൊക്കെ. അപ്പോൾ നമ്മളുടെ ടൈം കഴിഞ്ഞ് അവരിതാ നമ്മളോട് ഇറങ്ങാൻ പറയുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഇതാ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അധികം നേരം ഒന്നും അവിടെ നിന്നിട്ടില്ല കേട്ടോ. എല്ലാവരും ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുത്തു. ഈ സമയത്ത് ഫോട്ടോസ് എടുത്താൽ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. ഇനി അടുത്തത് പോണത് ഐനർസാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ അടുത്തത് പോണത്. അതും ഞാൻ വീഡിയോസിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അവിടെ അവരുടെ അടുത്ത് പോയി ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഇതുപോലെ ഒട്ടകങ്ങൾ നമുക്ക് എത്ര പറഞ്ഞിട്ട് അവർ റോട്ടിൽ നിന്ന് മാറുന്നില്ല കേട്ടോ. എത്ര ഹോൺ അടിച്ചാലും അവർ മാറുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അവരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ, അവർ ഓട്ടോമാറ്റിക് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐനർസാത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഐനർസാത്തിലെത്തിയപ്പോൾ അവിടുത്തെ ഗാർഡനൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂട്ടിയിട്ട് ഞാനത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഫോണിൽ ഏകദേശം ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് നമ്മൾ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരം നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഫോണിലെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ച് കുറച്ച് നേരം കളിക്കാമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.